വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ ഒന്നാം ചോദ്യം: എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയായിക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജെറുസലേമിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 2. സമയമായപ്പോൾ മുന്തിരി പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു ഭൃത്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ എന്തിനും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പിതൃത്വങ്ങൾക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് ഏത് ദിനങ്ങളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഉത്സവ ദിനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ. ഈ ഉപദേശം ആരോടുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യജമാനന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട് കർത്താവിനെ എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുഗ്രഹിക്കുമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 7. ദൈവത്തെ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭയപ്പെടുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ജഫ്ത ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ആരുടെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 10. മർത്യകുലം എന്തിനാൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് നിത്യമായ ഉടമ്പടിയാണ് നോഹയുമായി ചെയ്യപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജലപ്രളയം. ക്വസ്റ്റ്യൻ നമ്പർ 11. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അപരാധകനെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദൈവത്തിന്റെ ആലയം ശീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ എന്തു ചെയ്തു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രതിഷ്ഠിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 13. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്നതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കാലവിളംബം. ക്വസ്റ്റ്യൻ നമ്പർ 14. ആ 5 പേർ എവിടെ നിന്ന് പുറപ്പെട്ടു ലായിഷിൽ എത്തി? പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സീതോന്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ആര്യമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗോത്രപിതാവുമായ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹെനോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 17. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ എന്താണിത്? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തീർപ്പാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ന്യായാധിപന്മാർ 11 അധ്യായം 6 വാക്യത്തിൽ അമ്മോന്യരിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ യഹോവ ഉയർത്തിയ ന്യായാധിപൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 19. അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഗോത്രക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 20. അത്ഭുതകരമായി വളരുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ചന്ദ്രക്കലയെ. ക്വസ്റ്റ്യൻ നമ്പർ 21. കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദൈവദൂതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22. ആരുടെ ഇടയിൽ നിന്നാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ ജനതകളുടെയും. ക്വസ്റ്റ്യൻ നമ്പർ 23. എന്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വസ്ത്രത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 24. കർത്താവ് ജനത്തിന് എന്താണ് അഹ്റോന് നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൗരോഹിത്യം. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്നും ശക്തിയറ്റവരായി കഴിയുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഒരു ലേവ്യനെ ആരായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 27. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 28. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ എവിടെ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഹൃദയങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കൊന്നുകളയുവിൻ.
ക്വസ്റ്റ്യൻ നമ്പർ 30. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 300. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും ഡാഷ് ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വീഞ്ഞും. ക്വസ്റ്റ്യൻ നമ്പർ 32. ആരുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു, കെട്ടുകൾ അറ്റു വീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 33. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ഡാഷ് വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശം ഉണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചെറുപ്പക്കാരനും. ക്വസ്റ്റ്യൻ നമ്പർ 34. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത, സ്ത്രീയാണ് ലജ്ജയും ഡാഷ് വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അപമാനവും. ക്വസ്റ്റ്യൻ നമ്പർ 35. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, ഡാഷ് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. പ്രവാചകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിഗൂഢ രഹസ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. അവനിലുള്ള വിശ്വാസം മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന് എന്തും നമുക്കുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രത്യാശയും. ക്വസ്റ്റ്യൻ നമ്പർ 37. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും, അവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 38. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക, മർത്യവർഗത്തിനുള്ള ഡാഷ് തീർപ്പാണ് ഇത്. പ്രവാചകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 39. യെഫുന്നയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാലെബ്. ക്വസ്റ്റ്യൻ നമ്പർ 40. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം എന്ത് സംഭവിക്കും? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നശിച്ചു പോകും. ക്വസ്റ്റ്യൻ നമ്പർ 41. മരണമേ, തൻ്റെ സമ്പത്തിൻ്റെ മധ്യ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രവാചകൻ 41:1 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 42. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി എന്തിന് തീറ്റി കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കഴുതകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദൈവം ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു, അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി, അതുകൊണ്ട് അതിന് ഡാഷ് എന്ന പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ എൻഹക്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 44.
ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എന്തിലെല്ലാമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും. ക്വസ്റ്റ്യൻ നമ്പർ 45. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. എവിടുത്തുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗിലെയാദുകാരനായ. ക്വസ്റ്റ്യൻ നമ്പർ 46. നിന്നെ കണ്ടവരും നിന്റെ ഡാഷ് പാത്രമായവരും അനുഗ്രഹീതർ ജീവിക്കും. പ്രഭാഷകൻ 48 അധ്യായം 11 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 47. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ ഡാഷ് ഹാജരായി. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഭയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 48. മിസ്പായിൽ കർത്താവിന് മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൊന്നുകളയണമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 49. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ ഡാഷ് പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1000. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇസ്രായേലിന്റെ ഡാഷ് തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മകനും. ക്വസ്റ്റ്യൻ നമ്പർ 51. സാംസൺ തൻ്റെ അജയ്യ ശക്തിയുടെ രഹസ്യം എവിടെ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞ് ദലീലായെ എത്ര പ്രാവശ്യം അവഹേളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 3 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 52. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന് എന്താണ് വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബഹുമുഖ ജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 53. പൂർവപിതാക്കന്മാരുടെ എന്താണ് ജനതകൾ പ്രഘോഷിക്കും എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 54. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 55. ഡാഷ് നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 56. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹിതരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 57. സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് എവിടെ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ
16 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 58. എന്നാൽ അവൻ ഡാഷ് സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രാജപദവി. ക്വസ്റ്റ്യൻ നമ്പർ 59. ഡാഷ് നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 60. അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി. തോബ് എന്ന ഡാഷ് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 61. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഏത് യുവതിയെ കണ്ടു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 62. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് ഡാഷ് പുതുക്കി അവർ അവിടെ താമസിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പട്ടണം. ക്വസ്റ്റ്യൻ നമ്പർ 63. പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയായി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജോഷ. ക്വസ്റ്റ്യൻ നമ്പർ 64. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഡാഷ് ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 65. രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തു പോയി. എവിടെയാണ് വിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒലിവ് മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ ഡാഷ്. പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിധി. ക്വസ്റ്റ്യൻ നമ്പർ 67. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ ഡാഷ് പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1000. ക്വസ്റ്റ്യൻ നമ്പർ 68. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ഡാഷ് അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലജ്ജയും. ക്വസ്റ്റ്യൻ നമ്പർ 69. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്ത് വരുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 70. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഡാഷ് അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 71. ശേഷിച്ചിരുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഡാഷ് ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭാര്യമാരെ. ക്വസ്റ്റ്യൻ നമ്പർ 72. ഡാഷ് സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പ്രഭാഷകൻ
42 5 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഡാഷ് മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 74. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ ഡാഷ് ഇതാ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാണയം. ക്വസ്റ്റ്യൻ നമ്പർ 75. ജഫ്ത പറഞ്ഞു, നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഡാഷ് കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 76. യൂദായിലെ ബെത്ലഹേമിൽ യൂദാവംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ആര് ന്യായാധിപന്മാർ 17 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 77. എന്തുവഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 78. മരണമേ, തൻ്റെ സമ്പത്തിന് മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രഭാഷകൻ 41 അധ്യായം 1 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 79. കർത്താവിൻ്റെ എന്ത് വചനം വഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 80. തട്ടാൻ നിർമ്മിച്ച ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ആരുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 81. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 82. എഫ്രായിം ഡാഷ് മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ഡാഷ്. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 84. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ആരുടെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാനിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 85. ആര് ചെന്ന് അവളെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 86. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് സാംസണോട് എന്ത് പറഞ്ഞു?
ശരിയായ ഉത്തരം ഓപ്ഷൻ സി. തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? ക്വസ്റ്റ്യൻ നമ്പർ 87. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഞാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 88. ആര് ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 89. പൂർവപിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മക്കളുടെ മക്കളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 90. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അവിശ്വസ്തയായ ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 91. ഡാഷ് നിയമം അവിടുത്തെ ഉടമ്പടി. അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 92. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ഡാഷ് ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 93. നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിക്കിക്കോസ്. ക്വസ്റ്റ്യൻ നമ്പർ 94. തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയം ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രഭാഷകൻ 45 അധ്യായം 26 വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 95. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 96. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി എന്തും കൈവന്നിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രക്ഷയും. ക്വസ്റ്റ്യൻ നമ്പർ 97. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. എപ്പോൾ മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 98. എന്നാൽ അവനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദുരിതം. ക്വസ്റ്റ്യൻ നമ്പർ 99. ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിന് മാതൃകയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുതാപത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 100. എന്തില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവഭയമില്ലാത്ത. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്.
www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.